മലയാള സിനിമയുടെ ഉള്ളറകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു തിരക്കഥ അതൊരു നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് അവർ ആ സ്ക്രിപ്റ്റിൽ നോക്കുന്നത്? ഇതിന് പലരും ഒരു തമാശയായിട്ടൊക്കെ പ്രൊഡ്യൂസറുടെ കടമ്പാകൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ആ കടമ്പ എന്താണെന്ന് നമുക്കിന്ന് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ മലയാളത്തിലെ തിരക്കഥാകൃത്തുക്കൾ നേരിടുന്ന ചില വെല്ലുവിളികളെക്കുറിച്ചും നിർമ്മാതാക്കളുടെ ചിന്തകളെക്കുറിച്ചുമൊക്കെയുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ മലയാള സിനിമ അത് കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്ന് നല്ല പേരുണ്ട്. ശരിയാണ്. പക്ഷേ മറുവശത്ത് നോക്കിയാൽ നിർമ്മാതാക്കൾക്ക് അവരുടേതായ ചില കണക്കുകൂട്ടലുകളുണ്ട്. പ്രായോഗികമായ കാര്യങ്ങൾ, പൈസയുടെ കാര്യം, അങ്ങനെയൊക്കെ. അതെ അതെ, രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അന്വേഷണം, അതിന്റെ ലക്ഷ്യം എന്താണ്? എങ്ങനെയാണ് ഒരു നിർമ്മാതാവ് ഒരു സ്ക്രിപ്റ്റിനെ സ്കാൻ ചെയ്യുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പ്രധാനം? ചില കഥകൾ എന്തുകൊണ്ട് എടുക്കുന്നു, ചിലത് എന്തുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നു? നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, മൗലികത, ഒറിജിനാലിറ്റി. അത് ഏത് സിനിമയ്ക്കും വേണം, തീർച്ചയായും. പക്ഷെ മലയാളത്തിന്റെ കാര്യത്തില് ഈ മൗലികത എന്ന് പറയുമ്പോൾ നിർമ്മാതാക്കൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വെറുമൊരു പുതുമയാണോ, അതോ? അതൊരു നല്ല ചോദ്യമാണ്. മൗലികത എന്ന് പറയുന്നത് അത് ബേസിക് ആണ്. പക്ഷേ മലയാളത്തിൽ അതിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ വെറുതെ നമ്മൾ കേട്ട് മടുത്ത കഥകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയുടെ ഒരു കോപ്പി, അതൊന്നുമല്ല അവർ സാധാരണയായിട്ട് നോക്കുന്നത്. അവർക്ക് വേണ്ടത് നമ്മുടേതായ ഒരു തനതായ ഒരു സാധനം, ഒരു ഫ്രഷ്നെസ്. ചിലപ്പോൾ അത് എഴുത്തുകാരന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയിൽ നിന്നുള്ളതാവാം. ഈ തനിമ അല്ലെങ്കിൽ ഓഥന്റിസിറ്റി എന്ന് പറയില്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റിപ്പോർട്ടില് ഈ സാംസ്കാരികവും പ്രാദേശികവുമായ തനിമ എന്നതിന് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലയാളം ഇൻഡസ്ട്രിയിൽ ഇത് ഇത്ര പ്രധാനം? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളം എന്ന് പറയുന്നത് ഒരുപാട് വൈവിധ്യങ്ങളുള്ള നാടാണ്, അല്ലേ? സംസാര രീതികൾ ഓരോ സ്ഥലത്തും ഓരോ പോലെ. ശരിയാണ്. പിന്നെ ആചാരങ്ങള്, ജീവിത രീതികള്, നമ്മുടെ പ്രകൃതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ നല്ലവണ്ണം വേരുള്ള കഥകൾക്ക് ഇവിടത്തെ ഓഡിയൻസുമായിട്ടൊരു പ്രത്യേക കണക്ഷൻ കിട്ടും. ഒരു വൈകാരികമായ അടുപ്പം. അതെ. റിപ്പോർട്ടിൽ പറയുന്ന പോലെ മലയാള സിനിമയുടെ ഒരു റിയലിസം, അതിന്റെ ഒരു സാമൂഹിക പ്രസക്തി, അതിനൊക്കെ ഒരു കാരണം ഈ വേരുകളാണ്. ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള കഥയാണല്ലോ എന്ന് പ്രേക്ഷകന് തോന്നണം. പിന്നെ അതിലുമുപരി എഴുത്തുകാരന്റെ ഒരു യുണീക്ക് വോയിസ്, അതാണ് നിർമ്മാതാക്കൾ ശ്രദ്ധിക്കുന്നത്. യുണീക്ക് വോയിസ്. അതെ. ഒരേ വിഷയം തന്നെ 10 പേർക്ക് 10 രീതിയിൽ പറയാമല്ലോ. ആ പറയുന്ന രീതിയിലുള്ളൊരു പുതുമ, ഒരു സത്യസന്ധത, അതാണ് പ്രധാനം. ഓക്കെ. പക്ഷേ ഈ സാംസ്കാരിക തനിമ ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് പറയുമ്പോഴും റിപ്പോർട്ടിൽ തന്നെ ഒരു പ്രശ്നം പറയുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ സിനിമയെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു തടസ്സമാകുമോ? ഇന്നത്തെ ഒരു പാൻ ഇന്ത്യൻ തരംഗത്തിന്റെ സമയത്ത് ഇത് നിർമ്മാതാക്കളെ എങ്ങനെ ബാധിക്കും? അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ പ്രാദേശികത നമ്മുടെ ശക്തിയാണെങ്കിലും ചില സമയത്ത് അതൊരു പരിമിതിയുമാവാം, വാണിജ്യപരമായിട്ട്. അതെ. ഒരു കഥ ഭയങ്കര ലോക്കലാകുമ്പോൾ ചിലപ്പോൾ മറ്റു ഭാഷയിലുള്ളവർക്ക് അത് അത്ര പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ സിനിമയും അങ്ങനെയല്ല, പക്ഷേ അതിനൊരു സാധ്യതയുണ്ട്. ഇത് സ്വാഭാവികമായും സിനിമയുടെ ആ ഒരു ബോക്സ് ഓഫീസ് വരുമാനത്തെ ലിമിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് വലിയ ബഡ്ജറ്റുള്ള സിനിമകൾക്ക് ഇതൊരു വലിയ തലവേദനയാണ്. അപ്പോൾ നിർമ്മാതാക്കൾ, അതെ, അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ ബഡ്ജറ്റിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധിക്കും, റിസ്ക് എടുക്കാൻ മടിക്കും. റിപ്പോർട്ട് പറയുന്ന പോലെ ഇത് പുതിയ എഴുത്തുകാർക്ക് കിട്ടുന്ന അവസരങ്ങളെയും അവരുടെ റെമ്യൂണറേഷനെ വരെ ഇത് ബാധിക്കും. ശരിയാണ്. ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു കഥയുമായിട്ടൊരു പുതിയ ആൾ വരുമ്പോൾ നിർമ്മാതാവ് ഒന്ന് ആലോചിക്കും, ഇതിന്റെ റീച്ച് എത്രത്തോളം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ മൗലികത, നമ്മുടെ തനിമ, ഇതൊക്കെ പ്രധാനമാണ്. ഇനി റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കാര്യം, മലയാള സിനിമയിൽ പ്ലോട്ടിനേക്കാൾ കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒന്നാണ്. ഒരു നിർമ്മാതാവിന്റെ കണ്ണിൽ ഇതെങ്ങനെയാണ്? ശരിയാണ്. നമ്മൾ മലയാള സിനിമയുടെ ഒരു ചരിത്രം നോക്കിയാൽ മതി. നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒരുപാട് സങ്കീർണമായ കഥാപാത്രങ്ങളായിരിക്കും, അല്ലേ? അതെ. റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് നിർമ്മാതാക്കൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഓരോ സീനും ഓരോ രംഗവും ആ കഥാപാത്രത്തിന്റെ ആ വൈകാരികമായ യാത്രയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. വെറും സംഭവങ്ങൾ അടുക്കി വയ്ക്കുകയല്ല. ആ സംഭവങ്ങളിലൂടെ പോകുമ്പോൾ കഥാപാത്രത്തിന് എന്ത് മാറ്റം വരുന്നു, അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെയാണ് ഊന്നൽ. കഥാപാത്രത്തിന്റെ ആ ഒരു അകത്തോട്ടും പുറത്തോട്ടുമുള്ള യാത്ര, അത് പ്രേക്ഷകന് വിശ്വസിക്കാൻ പറ്റണം. ഒരു കൃത്രിമത്വം തോന്നരുത്. അതായത് ഈ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ പക്കാ വില്ലൻ എന്നതിനേക്കാളും സാധാരണ മനുഷ്യരെ പോലെ കുറവുകളും കുറ്റങ്ങളുമൊക്കെയുള്ള, പക്ഷെ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണോ നിർമ്മാതാക്കൾ കൂടുതലും നോക്കുന്നത്? ഒരു പരിധിവരെ അതേന്ന് പറയാം. റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ എന്നാൽ ഓർമ്മയിൽ നിൽക്കണം. അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വേണ്ടത്. ഓക്കെ. അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം, ഗോൾസ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങളും വേണം, ഒബ്സ്റ്റക്കിൾസ്. ഉള്ളിൽ കോൺഫ്ലിക്ട്സ് വേണം, സംഘർഷങ്ങൾ. പിന്നെ കഥ തീരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിരിക്കണം. ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയില്ലേ? ക്യാരക്ടർ ആർക്ക്. അതെ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് പ്രേക്ഷകരുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഓർക്കുന്ന പഴയ ക്ലാസിക് സിനിമകൾ, അതിലൊക്കെ ഈ സങ്കീർണമായ മനുഷ്യബന്ധങ്ങൾ,
കഥാപാത്രങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ അതൊക്കെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ശരിയാണ്. ആ ഒരു പാരമ്പര്യം അതിന്നും മലയാള സിനിമ ഒരു പരിധിവരെ ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും എഴുത്തുകാരന്റെ മേലുള്ള പ്രഷർ അത് ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു. കാരണം റിപ്പോർട്ടിൽ ഒരു താരതമ്യം പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ വേറെ ഇൻഡസ്ട്രികളിൽ വലിയ ബഡ്ജറ്റ്, ഗ്രാഫിക്സ്, സ്റ്റാർ വാല്യൂ, ആക്ഷൻ ഇതൊക്കെ വെച്ച് സ്ക്രിപ്റ്റിലെ ചില പോരായ്മകൾ മറികടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയില്ലേ, കണ്ടന്റ് കിങ്, തിരക്കഥയാണ് താരം എന്നൊക്കെ. ജീത്തു ജോസഫിന്റെ ദൃശ്യം സിനിമയുടെ ഉദാഹരണവും റിപ്പോർട്ടിലുണ്ട്. അതെ, വളരെ വളരെ ശരിയാണ്. ആ ഒരു താരതമ്യം പ്രധാനപ്പെട്ടതാണ്. മലയാളത്തിൽ ഈ കണ്ടന്റ് ഈസ് കിങ് എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. തിരക്കഥ, അതാണ് നട്ടെല്ല്. ദൃശ്യം നല്ലൊരു ഉദാഹരണമാണ്. അത്ര സ്ട്രോങ് ആയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ മേക്കിങ്ങിലോ ബഡ്ജറ്റിലോ ഒക്കെ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ പ്രേക്ഷകർ അതങ്ങോട്ട് ഏറ്റെടുത്തു. അതെ. എന്നാൽ അതേ ഡയറക്ടറുടെ തന്നെ തിരക്കഥ അത്ര സ്ട്രോങ് അല്ലാത്ത സിനിമകൾ വന്നപ്പോൾ അത് ഓർക്കായില്ല, ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. ശരിയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് എഴുത്തുകാരന്റെ റോൾ എത്ര വലുതാണെന്നാണ്. പക്ഷേ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഇത്രയും ഡെപ്തുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാക്കുക, അവരുടെ ഇമോഷണൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, അതത്ര എളുപ്പമുള്ള പണിയല്ല. അല്ല. ആദ്യമേ നല്ല കഴിവും വേണം, അനുഭവപരിചയവും വേണം. അതുകൊണ്ടാണ് റിപ്പോർട്ടിൽ അത് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഈ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഹെവി ഡ്രാമകൾ അത് പുതിയ അധികം പരിചയമില്ലാത്ത എഴുത്തുകാരെ ഏൽപ്പിക്കാൻ നിർമ്മാതാക്കൾക്കൊരു മടിയുണ്ട്. അതൊരു റിസ്ക് ആയിട്ട് കാണുന്നു. അതെ, അതൊരു വലിയ റിസ്ക്കാണ് അവർക്ക്. ശരി. അപ്പം മൗലികത, തനിമ, നല്ല കഥാപാത്രങ്ങൾ, ഇമോഷണൽ ഡെപ്ത് ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ട ബേസിക് കാര്യങ്ങൾ. പക്ഷേ ഇത് മാത്രം പോരാലേ. റിപ്പോർട്ട് പറയുന്നത് ഒരു പ്രായോഗികതാ ഫിൽട്ടർ കൂടിയുണ്ട് എന്നാണ്. എന്താണ് ഈ പ്രായോഗികതയുടെ സമവാക്യം? തീർച്ചയായും. ഒരു സ്ക്രിപ്റ്റ് അത് പേപ്പറിൽ എത്ര ഗംഭീരമാണെങ്കിലും അതൊരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് ഈ പ്രാക്ടിക്കാലിറ്റി വരുന്നത്. നിർമ്മാതാവ് ആദ്യം നോക്കുന്നത് ബഡ്ജറ്റ്, പണം. അതെ. ഈ കഥ പറയാൻ ഏകദേശം എന്ത് ചെലവ് വരും? അത് താങ്ങാൻ പറ്റുമോ? റിപ്പോർട്ട് വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. ഒരു സ്ക്രിപ്റ്റിൽ വലിയ തോതിലുള്ള വിഷ്വൽ എഫക്ട്സ്, അതായത് CGI, അല്ലെങ്കിൽ ഒരുപാട് ഫോറിൻ ലൊക്കേഷൻസ്, വലിയ ആൾക്കൂട്ടം വേണ്ട സീനുകൾ, അല്ലെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ വേണം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു പുതിയ എഴുത്തുകാരന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ, നിർമ്മാതാവ് ഒന്ന് പിന്നോട്ട് മാറും. കാരണം ചെലവ് കൂടും, അതോടൊപ്പം റിസ്ക്കും കൂടും. ഈ ബഡ്ജറ്റ് മാത്രമല്ലല്ലോ പ്രായോഗികതയിൽ വരുന്നത്. സമയം, മറ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ അതൊക്കെയില്ലേ? ഉണ്ട്. ബഡ്ജറ്റ് പോലെ തന്നെ സമയം, ഷെഡ്യൂൾ, പിന്നെ ഫീസിബിലിറ്റി, നിർമ്മാണ സാധ്യത. ഈ സിനിമ ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമോ? വേണ്ട ലൊക്കേഷൻ കിട്ടുമോ? എന്തെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ വേണോ? കാലാവസ്ഥ പ്രശ്നമാവോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിർമ്മാതാവിന്റെ മനസ്സിലുണ്ടാവും. റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഈ പ്രൊഡക്ഷന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചൊരു ബോധമുള്ള എഴുത്തുകാര്, അതായത് വലിയ ചെലവില്ലാതെ അല്ലെങ്കിൽ ഉള്ള ബഡ്ജറ്റിൽ ഒതുക്കി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഥ ഡിസൈൻ ചെയ്യുന്നവര്, അവരെ നിർമ്മാതാക്കൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കാണും. അത് അവരുടെ ജോലി എളുപ്പമാക്കുന്നു. അതെ, അതാണ് കാര്യം. ഇതിനോട് ചേർത്ത് തന്നെ സിനിമയുടെ മാർക്കറ്റ് ഫിറ്റ്, വിപണി സാധ്യത, അതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതെങ്ങനെയാ നിർമ്മാതാവ് നോക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിർമ്മാതാവ് ചിന്തിക്കും, ഈ സിനിമ ഇത് ആർക്കുള്ളതാണ്? ടാർഗറ്റ് ഓഡിയൻസ് ആരാ? ഇതൊരു മാസ് പടമാണോ, അതോ ഒരു ചെറിയ വിഭാഗം പ്രേക്ഷകരെ മാത്രം ഉദ്ദേശിച്ചുള്ളൊരു നിഷ് ഫിലിമാണോ? അതെ. ഇത് തിയേറ്ററിൽ ഓടുമോ, അതോ OTT കൊടുത്താൽ മതിയോ? ഏതാണ് കൂടുതൽ ലാഭം? റിപ്പോർട്ട് അനുസരിച്ച് സ്ക്രിപ്റ്റിന് വ്യക്തമായ ഒരു ജോണർ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇതൊരു ത്രില്ലറാണ്, അല്ലെങ്കിൽ ഫാമിലി ഡ്രാമയാണ്, കോമഡിയാണ്, ഹൊററാണ്, ഇങ്ങനെ വ്യക്തതയുണ്ടെങ്കിൽ നിർമ്മാതാവിന് അതിന്റെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യാനുമൊക്കെ എളുപ്പമാണ്. ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കാം, പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ ഇതിനാളെ കിട്ടാൻ പാടാണെന്ന് തോന്നിയാൽ നിർമ്മാതാവ് ചിലപ്പോൾ അത് വേണ്ടെന്ന് വെക്കും. ഈ പ്രായോഗികതയുടെയും മാർക്കറ്റിന്റെയും ഫിൽറ്ററുകൾ ഇത് പുതിയ എഴുത്തുകാരെ അവരെങ്ങനെയാണ് കൂടുതൽ ബാധിക്കുന്നത്? അവർക്കിതൊരു വലിയ കടമ്പയാണോ? തീർച്ചയായും. കാരണം ഒരു പുതിയ എഴുത്തുകാരന് ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ലല്ലോ. ശരിയാണ്. മുൻപ് ചെയ്ത പടം ഹിറ്റാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പുതിയ ആള് എത്ര ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നിർമ്മാതാവിന്റെ കണ്ണിൽ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ വലിയ ബഡ്ജറ്റ് വേണ്ടിവരുന്ന, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള, അല്ലെങ്കിൽ മാർക്കറ്റിൽ അത്ര ഫെമിലിയർ അല്ലാത്തൊരു വിഷയം, ഇങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു പുതിയ ആളുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ ആ റിസ്ക് കൂടും. റിപ്പോർട്ടിലെ ചില സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇതേപോലത്തെ ഒരു ഐഡിയ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളോ അല്ലെങ്കിൽ പേരുള്ള ഒരു ഡയറക്ടറാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിർമ്മാതാവ് മിക്കവാറും ആ സേഫ് ഓപ്ഷൻ എടുക്കാനാണ് സാധ്യത. അപ്പോ അവസരം കുറയും. ഇതിനോട് കൂട്ടിവായിക്കേണ്ട ഒന്നാണ് മലയാള സിനിമയുടെ ആ ഒരു ഉയർന്ന പരാജയ നിരക്ക്. റിപ്പോർട്ടിലെ കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കോടികളുടെ നഷ്ടം ഓരോ വർഷവും. അതെ. അപ്പോ നിർമ്മാതാക്കൾ സേഫ് ഗെയിം കളിക്കുന്നതിൽ അത്ഭുതമില്ല. ഈ സാമ്പത്തിക സമ്മർദ്ദം അത് അവരുടെ ആ റിസ്ക് എടുക്കാനുള്ള കഴിവിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടാവും അല്ലേ? നിശ്ചയമായും. ആ കണക്കുകൾ വളരെ സീരിയസ് ആണ്. ഒരു സിനിമ വിജയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അത് പൊട്ടിയാൽ വരുന്ന നഷ്ടം. അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഓരോ നിർമ്മാതാവും ആദ്യം ചിന്തിക്കുന്നത് മുടക്കുന്ന കാശ് എങ്ങനെ തിരിച്ചുപിടിക്കാമെന്നാണ്. സ്വാഭാവികം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തെളിയിക്കപ്പെട്ട താരങ്ങൾ, ഡയറക്ടർമാർ, അല്ലെങ്കിൽ മുൻപ് വിജയിച്ച ഫോർമുലകൾ, അതിന്റെ പിന്നാലെ പോകാൻ അവർ നിർബന്ധിതരാവുന്നത്. പുതിയ എഴുത്തുകാരെ സംബന്ധിച്ച് ഇത് അവസരങ്ങൾ കുറയ്ക്കും. അവർക്ക് തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ചെറിയ ബഡ്ജറ്റിലുള്ള പടങ്ങൾ, കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഡ്രാമകൾ,
അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് ഹൈ കോൺസെപ്റ്റ് ത്രില്ലറുകൾ അങ്ങനെയുള്ളതിലേക്ക് ഒതുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. വലിയ ക്യാൻവാസ് കിട്ടാൻ പാടാണ്. പാടാണ്. ഒരു പുതിയ ആൾക്ക് വലിയ ക്യാൻവാസിൽ ഒരു കഥ പറയാൻ അവസരം കിട്ടുക എന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുന്നു. അപ്പോ നമ്മളിപ്പോ സംസാരിച്ച കാര്യങ്ങൾ അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു നിർമ്മാതാവ് ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ കടന്നു പോകുന്ന ആ കടമ്പ, അതിൽ പല ഘട്ടങ്ങളുണ്ട്. 1. മൗലികത, നമ്മുടെ നാടിന്റെ തനിമയുള്ള ഒറിജിനാലിറ്റി. 2. പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന ആഴമുള്ള കഥാപാത്രങ്ങൾ, ഇമോഷൻസ്. അതെ. 3. ഏറ്റവും പ്രധാനമായിട്ട് പ്രായോഗികത, നിർമ്മിക്കാൻ പറ്റണം, മാർക്കറ്റിൽ വിൽക്കാൻ പറ്റണം. അതെ, ക്രിയേറ്റിവിറ്റി മാത്രം പോരാ, ആ ബിസിനസ് സൈഡ് അതും വളരെ സ്ട്രോങ് ആയിട്ട് നോക്കുന്നുണ്ട്. അതായത് നല്ല കഥ മാത്രം പോരാ, നിർമ്മിക്കാനും വിൽക്കാനും പറ്റുന്ന നല്ല കഥ വേണം. അതുതന്നെ. ഈ 3 ഫിൽട്ടറുകളിലൂടെ ഒരു സ്ക്രിപ്റ്റ് കടന്നുപോയാലാണ് അതിന് നിർമ്മാതാവിന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാൻ സാധ്യത കൂടുന്നത്. ഇത് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സിനിമയിലേക്ക് വരാൻ നിൽക്കുന്ന പുതിയ എഴുത്തുകാർക്ക് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് എന്റെ സ്ക്രിപ്റ്റ് എടുക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന ടൈപ്പ് കഥകൾക്ക് ഡിമാൻഡ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പരിധിവരെ ഈ പ്രൊഡ്യൂസറുടെ കടമ്പ ഒരു ഉത്തരമാണ്. ശരിയാണ്. ഇതറിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ അപ്രോച്ചിൽ മാറ്റം വരുത്താൻ പറ്റുമായിരിക്കും. തീർച്ചയായും. കൂടുതൽ തയ്യാറെടുപ്പോടെ നിർമ്മാതാക്കളെ സമീപിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതെ. അപ്പോ ഈ ഘടകങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു തിരക്കഥയുമായി മുന്നോട്ട് പോകാൻ. ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് സ്വന്തമായി ആലോചിക്കാനൊരു ചിന്ത പങ്കുവയ്ക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ മാനദണ്ഡങ്ങൾ, അതായത് തനിമ, കഥാപാത്രങ്ങൾ, പ്രായോഗികത, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ OTTയുടെ വരവ്, പ്രേക്ഷകരുടെ ടേസ്റ്റ് മാറുന്നത്, പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു തള്ളിക്കയറ്റം, ഇതൊക്കെ ഭാവിയിൽ മലയാളം നിർമ്മാതാക്കൾ ഒരു സ്ക്രിപ്റ്റിൽ നോക്കുന്ന കാര്യങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതോ എത്രയൊക്കെ പുതിയ ട്രെൻഡ് വന്നാലും മലയാള സിനിമയുടെ ആ ഒരു ആത്മാവ് അതെപ്പോഴും ഈ തനിമയിലും ഈ ശക്തമായ കഥാപാത്രങ്ങളിലും തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കുമോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ, അതായത് നമ്മുടെ സിനിമാ വ്യവസായത്തിലെ വെല്ലുവിളികളും പുതിയ വഴികളും നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ കഥകളെ ഒരു പുതിയ തലത്തിലേക്കെത്തിക്കാൻ AI ടൂളുകൾ എങ്ങനെ പ്രൊഫഷണലായി ഉപയോഗിക്കാമെന്നറിയാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ ഡോക്ടർ ഡെയിൻസ് AI സ്റ്റോറി ടെല്ലിംഗ് ലാബിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കസ്റ്റം AI ടൂളുകളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മെന്റർഷിപ്പും ഉപയോഗിച്ച് നിങ്ങളുടെ തിരക്കഥകളെ ഒരു പ്രൊഫഷണൽ പിച്ച് പാക്കേജാക്കി മാറ്റാൻ ഡോക്ടർ ഡെയിൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അടുത്ത ബാച്ചിനായുള്ള വെയിറ്റ് ലിസ്റ്റിൽ ചേരാനും ഈ പോഡ്കാസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അവിടെ ലിങ്ക് ലഭ്യമാണ്. നിങ്ങളുടെ കഥകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.